ശ്രദ്ധിക്കുക. എന്താണ് ഇന്നത്തെ ഈ കണക്ക് ചെയ്ത് പഠിച്ചു കൊള്ളുന്നില്ലേ? എഴുതി പഠിക്കാൻ പറഞ്ഞു. എന്താ എഴുതി പഠിച്ചെടുത്ത് വെച്ച് ഒന്ന് നോക്കണുണ്ടോ? എഴുതി പഠിക്കാതെ എഴുതി പഠിക്കാതെ കുറച്ചു നേരം പുറകിൽ പോയിട്ട് എന്താ സഞ്ജയ് പ്രധാനപ്പെട്ട കണക്കുകളല്ലേ? ഒരു 15 മിനിറ്റ് എന്താ പോയിട്ട് കുറെ ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാരുടെ ഒന്നും പൊട്ടിക്കാം. ആ വേണ്ട സായ തുടങ്ങിയാവാൻ കൊല്ലം തുടങ്ങും തന്നെ. കൊടുക്കുക കെമിക്കൽ കൈനറ്റിക്സ്. അപ്പൊ കൈനറ്റിക്സ് ശരി തന്നെ. കൈനറ്റിക്സ് ഉള്ള വാക്കിന്റെ അർത്ഥം എന്താ? മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് കൈനറ്റിക്സ്. അപ്പൊ കൈനറ്റിക്സ് എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ അവിടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മോഷൻ എന്നുള്ളൊരു സംഗതിയാണ് വരുന്നത് അല്ലെ? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ റിയാക്ഷൻസിന്റെ കൈനറ്റിക്സ്. നമ്മൾ കൈനമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം പഠിച്ചത് എന്തായിരുന്നു? ഫിസിക്സില് സ്പീഡ് അല്ലെ, ആക്സലറേഷൻ, ഫോഴ്സ്, ചലനത്തെ കുറിച്ചാണ് പഠിക്കുന്നുണ്ടായിരുന്നത് അല്ലെ? മോഷൻ 1 ഡയമെൻഷനിലാണ് നമ്മൾ പഠിച്ചത്. ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്തിനെ കുറിച്ചായിരുന്നു? സ്റ്റഡി അബൌട്ട് ദ ചാർജസ്. പറഞ്ഞ എല്ലാവരും ചാർജസ് അറ്റ് റെസ്റ്റ് ആണോ? എത്ര ടൈപ്പ് ചാർജിങ് മെത്തേഡ്സ് ഉണ്ട്? ഏതൊക്കെയാ? റബ്ബിങ്, ഇൻഡക്ഷൻ, കണ്ടക്ഷൻ. ഇൻസുലേറ്റേഴ്സിനെ പറ്റുന്ന ഏതാ? റബ്ബിങ്. അതങ്ങനെ പോകുന്നത് സ്റ്റോപ്പിച്ച് മാത്രം. നമ്മൾ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളതാണ് എന്തെങ്കിലും നമ്മൾ ആദ്യം പറയുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നതുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം, എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത് ഒരേ സ്പീഡിലാണോ? അല്ല. അതിനാദ്യം എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള ചോദ്യം അല്ലേ? എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? കുറച്ച് റിയാക്റ്റന്റ് ചേർന്നുകൊണ്ട് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. താങ്ക് യു. എന്താണ്? കുറച്ച് റിയാക്റ്റന്റ് ചേർന്നുകൊണ്ട് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ശരിയല്ലേ? ഇപ്പോ വെള്ളവും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അപ്പോ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് അവിടെ എന്താണ്? റിയാക്റ്റൻസ്. എന്താണ്? റിയാക്റ്റൻസ്. അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് അതെന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറുകയാണ്, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ്. അപ്പൊ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. പലതരത്തിലുള്ള എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. എണ്ണിയാലൊടുങ്ങാത്ത അത്ര എന്താണ് രാസപ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്? എല്ലാ റിയാക്ഷൻസും ഒരേ വേഗതയിലാണോ? അല്ല. ഇപ്പൊ പാല് തൈരാവുന്നു എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെ? അപ്പൊ പാല് തൈരാവുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണോ? അല്ല. നടക്കും. അപ്പൊ അത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ വളരെ പതിയെ മാത്രമാണ് റിയാക്ടന്റ് എന്തായിട്ട് മാറുന്നത്? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പാവുക നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണ്. പക്ഷെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നടക്കുമോ? ഇല്ല. പക്ഷേ പടക്കം പൊട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? അതും ഒരു എന്താണ് കെമിക്കൽ റിയാക്ഷനാണ്. പടക്കം പൊട്ടുക എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. പക്ഷെ അത് പാല് തൈരാവുന്ന പോലെയോ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പാവുന്ന പോലെയാണോ? അല്ല. പടക്കം പൊട്ടുന്ന കെമിക്കൽ റിയാക്ഷൻ വളരെ എന്താണ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ്. വെരി ഫാസ്റ്റ്. ശരിയല്ലേ? വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് എന്ത്? പടക്കം പൊട്ടുക എന്ന് പറയും. അപ്പൊ ഇത് രണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഈ റിയാക്ഷൻസിന്റെ സ്പീഡ് എങ്ങനെയല്ല ഒരുപോലെ അല്ല. ചില റിയാക്ഷൻസ് വളരെ എന്തായിരിക്കും? സ്ലോവിലായിരിക്കും. ചില റിയാക്ഷൻസ് വളരെ എന്തായിട്ടായിരിക്കും നടക്കുക? ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക എന്നുള്ളൊരു പോയിന്റ് അവിടെ. ചില റിയാക്ഷൻസ് വളരെ സ്ലോ ആയിരിക്കും, ചിലത് എന്തായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുക, അതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്നത്. പ്ലസ് അത് മാത്രമല്ല മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് മെക്കാനിസം? നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് എന്താണ് കെമിക്കൽ റിയാക്ഷൻ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ട്രാൻസ്ഫർ ഓഫ് ആരാണ്? ഇലക്ട്രോൺസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് ബോണ്ട് ആൻഡ് ഫോമിങ് ന്യൂ ബോണ്ട്. ഓൾറെഡി ഉള്ള ബോണ്ടുകൾ ബ്രേക്ക് ആയിട്ട് അതിന് പകരം വേറെ ചില ബോണ്ടുകൾ എന്താവണം? സ്റ്റാർട്ട് ആവണം അല്ലെ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന്
പറയുന്നത് അല്ലെ. ഓൾറെഡി ഉള്ള ബോണ്ടുകൾ എന്താവണം, ബ്രേക്ക് ആയിട്ട് പുതിയ ബോണ്ടുകൾ തുടങ്ങാം. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫറുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇന്ന ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, ആ കെമിക്കൽ റിയാക്ഷൻ കടന്നു പോകുന്നുണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പൊ ഹൈഡ്രജൻ മോളിക്യൂളും അയഡിൻ മോളിക്യൂളും തമ്മിൽ റിയാക്ട് ചെയ്യാം. ഹൈഡ്രജനും അയഡിനും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും, ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ആദ്യം എന്ത് സംഭവിക്കണം, ഹൈഡ്രജന്റെ ബോണ്ട് എന്ത് ചെയ്യണം, ബ്രേക്ക് ആവണം. അയഡിനും തമ്മിലുള്ള ബോണ്ട് എന്താവണം, ബ്രേക്ക് ആവണം. എന്നിട്ട് അതിനുശേഷം ഏത് ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണം, ഹൈഡ്രജനും അയഡിനും തമ്മിലുള്ള ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് അതിനൊരു വിശദീകരണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ എന്തെന്ന് പറയുന്നത്, മെക്കാനിസം. എന്താണ് മെക്കാനിസം? മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നടക്കണേ, എന്താണ് ആ പ്രോസസ്സ്, എന്റെ മെക്കാനിസം എന്താ നമ്മൾ ചോദിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങളോ ഇതിന്റെ വല്ല കളിക്കോപ്പുകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ മെക്കാനിസം എന്താണാവോ അല്ലെ എന്നോട് പറയും. മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കുന്നു, ഘട്ടം ഘട്ടമായിട്ട് ആ സാധനം എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, മെക്കാനിസം. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡ്, വേഗത്തിലാണോ നടക്കുന്നത്, പതുക്കെയാണോ നടക്കുന്നത്, അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ട് എന്താണ്, മെക്കാനിസം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോ എങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരാം നമുക്ക്, വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദ വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിന്റെ വെലോസിറ്റിനെ കുറിച്ചും അതുപോലെ എന്താണ് കെമിക്കൽ റിയാക്ഷൻസിന്റെ മെക്കാനിസത്തിനെ കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുന്ന മേഖലയാണ് എന്ത്, കെമിക്കൽ കൈനറ്റിക്സ്. ഇപ്പൊ രണ്ട് വാക്കുകളാണ്, സ്റ്റഡി അബൌട്ട് ദ ഫസ്റ്റ് വൺ എന്താണ്, വെലോസിറ്റി ഓഫ്, വെലോസിറ്റി ഓഫ് ആരാണ്, വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് എന്താണ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പൊ എങ്ങനെ പറയാം, ഒന്ന് ഡെഫിനേഷൻ ആക്കിയാൽ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിച്ചതുപോലെ ഇവിടെ ഒരു ഡെഫിനേഷൻ ആക്കണം, ആ ബ്രാഞ്ചിനെ പരിചയപ്പെടുകയാണ് അല്ലെ. എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി അല്ലെ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ആരൊക്കെയാണ്, velocity of chemical reactions and mechanism of chemical reactions. Okay, mechanism of അല്ലെങ്കിൽ velocity and mechanism of chemical reactions. അപ്പൊ ഈ മേഖലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസിന്റെ വെലോസിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം, ഒന്നുകൂടെ പറഞ്ഞ ഡെഫിനിഷൻ. വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി അല്ലെ. കുഴപ്പമില്ല, എന്താ ആയിക്കോട്ടെ, പറഞ്ഞ അവസാനം. ഇതിപ്പോ പരീക്ഷ ചോദിച്ചിട്ടില്ല, ഒരു ഐഡിയ ഉണ്ടാക്കുക. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ എന്താണ് വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് അല്ലെ, എഴുതാവുന്നതല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോ വെലോസിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസിന്റെ വെലോസിറ്റിനെ കുറിച്ചാണ്. അത് നമുക്ക് പഠിക്കാം. അടുത്ത ഹെഡിങ് കൊടുക്കാം നമുക്ക്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം സംസാരിക്കുന്നത്. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? റേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നേരത്തെ പറഞ്ഞ വെലോസിറ്റി തന്നെയാണ്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇത് വളരെ വിശദമായിട്ട് നമുക്ക് നോക്കേണ്ടതാണ്. അതായത് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്? കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വിശദീകരിക്കാം. ശ്രദ്ധിക്കുക, ബോൾഡ് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ആണെന്ന് കരുതാം. എന്താണ് എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ്? അത് റിയാക്ഷൻ സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? ബി ആയിട്ട് മാറുന്നു. എ എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ്, അത് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ബി ആയിട്ട് മാറുന്നു. അപ്പൊ എ ബി ആയിട്ട് മാറുമ്പോ നമുക്കറിയാം എ എന്ന് പറയുന്നതാണ് ഇതിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? പ്രോഡക്ട്സ് ആയിരിക്കും. എ എന്ന് പറയുന്നത് റിയാക്ടന്റ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ എയും അതുപോലെ എന്താണ് ബിയും. അപ്പൊ എക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ട് എന്തായി മാറുകയാണ്? ബി ആയി മാറുകയാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം.
അപ്പൊ ഇതില് സ്റ്റാർട്ടിങ്ങില് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ടിങ്ങില് എ ഒരു 15 ഗ്രാം ഉണ്ടെന്ന് കൂട്ടിരിക്കണം. അപ്പൊ ബി എത്രയാ? അറ്റ് ടൈം ടി ഇസ് ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങണേ ഉള്ളൂ. കെമിക്കൽ റിയാക്ഷൻ എന്തെയ്യണേ ഉള്ളൂ? ജസ്റ്റ് തുടങ്ങണേ. അപ്പൊ ബി എത്രയായിരിക്കും? 0. ഒന്നും ആയിട്ടില്ല. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ എ എത്രയെ കാണാനുള്ളൂ? 10 ഗ്രാമേ കാണാനുള്ളൂ. എ എത്രയെ കാണാനുള്ളൂ? 10 ഗ്രാം കാണാനുള്ളൂ. എത്ര ഗ്രാം കാണാനില്ല? 5 ഗ്രാം കാണാനില്ല. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് കൺസർവ് ചെയ്യേണ്ട എപ്പോൾ ഈ 5 ഗ്രാം മിസ്സായത് എവിടെ പോയിട്ടുണ്ടാവും? അത്രയും എ എന്തായി മാറി? ബി ആയിട്ട് മാറിയതാണ്. അപ്പോ ബി എന്തായിട്ട് മാറി? 5 ഗ്രാം കിട്ടി. അപ്പൊ ഇനീഷ്യലി നമുക്ക് എത്രയാണ്? 15 ഗ്രാമാണ് എ ഉണ്ടായിരുന്നത്, ബി ഉണ്ടായിരുന്നില്ല. 5 സെക്കൻഡിന് ശേഷം എയുടെ അളവ് എത്രയായിട്ട് കുറഞ്ഞു? 10 ഗ്രാം ആയിട്ട് കുറഞ്ഞു. പകരം ബിയുടെ അളവ് എത്രയായിട്ട് കൂടി? 5 ഗ്രാം ആയിട്ട് കൂടി. ഓക്കെ. ഇനി വേറൊരു റിയാക്ഷൻ ഇതിന് പാരലൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. സി എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് എന്തായിട്ട് മാറുന്നു? ഡി ആയിട്ട് മാറുന്നു. അപ്പോ ടി ഈക്വൽ ടു 0. സി 15 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഡിയും എത്രയായിരിക്കും? 0. ആഫ്റ്റർ 5 സെക്കൻഡ് അല്ലെ? ടി ഈക്വൽ ടു 5 സെക്കൻഡ്. 5 സെക്കൻഡിന് ശേഷം എന്താ സംഭവിക്കുന്നത്? സി എന്ന് പറയുന്നത് ഒരു 5 ഗ്രാമേ കാണാനുള്ളൂ. ക്ലിയർ? എത്ര ഗ്രാമേ കാണാനുള്ളൂ? സി 5 ഉള്ളൂ. അപ്പൊ ബാക്കി എന്തായി മാറിയിട്ടുണ്ടാവും? പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് എത്ര ഗ്രാം ഡി ഫോം ചെയ്തിട്ടുണ്ടാവും? 10 ഗ്രാം ഡി അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ? 10 ഗ്രാം ഡി. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിത് കമ്പയർ ചെയ്യാം. ഇതാണ് സംഭവിച്ചത്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. 5 സെക്കൻഡ് ആണ് 2 കേസിലും വെയിറ്റ് ചെയ്തത്. ഇതാണ് റിസൾട്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുപൂട്ടി പറയാവുന്നേ ഉള്ളൂ. ഏത് റിയാക്ഷൻ ആണ് ഫാസ്റ്റർ ആയിട്ട് നടന്നത്? അപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പുറത്താണ്. സി എന്തായിട്ട് മാറി? ഡി ആയിട്ട് മാറി. അത് നമുക്ക് റാൻഡ് ആയിട്ട് നോക്കുമ്പോ അല്ലെ? 5 സെക്കൻഡിലൂടെ 15 10 ആയി. 5 സെക്കൻഡിലൂടെ 15 5 ആയി. പക്ഷേ നമുക്ക് 2 സ്ഥലത്തും ടൈം എന്തായിരുന്നു? ഒരുപോലെ ആയതുകൊണ്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുന്നത് അല്ലെ? ഇവിടെയാണ് നമ്മൾ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരുന്നത്. എന്താണ് റിയാക്ഷന്റെ റേറ്റ്? ഞാനിപ്പോ ഇവിടെ മാറ്റുകയാണ്. ഞാനിവിടെ ഒരു എത്രയാണെന്ന് കരുതുക. ബാക്കിയുള്ളത് ഒരു 8 ഗ്രാമും. അപ്പൊ ഇവിടെ എത്ര വരും? 7 അല്ലേ വരിക? 7 ഗ്രാം വരും. ടൈം ഒരു 7 സെക്കൻഡും. കേട്ടോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഇപ്പൊ ഏതിനാണ് ഫാസ്റ്റർ ആയിട്ട് നടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ? ഇവിടെ 5ന്റെ വ്യത്യാസമാണ് തന്നെ. ഇവിടെ എത്രന്റെ വ്യത്യാസമാണ്? ഇവിടെ 7ന്റെ വ്യത്യാസം വന്നിട്ട്. പക്ഷെ ഇവിടെ എത്രയും സമയം? 7 സെക്കൻഡ് ഉണ്ട്. ഇവിടെ 5ന്റെ ആണ്. പക്ഷെ ഇവിടെ എത്ര സമയമുള്ളൂ? 5ന്റെ ആണ്. അപ്പൊ കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഈ റിയാക്ഷന്റെ എന്ത് കണ്ടെത്തി കൊണ്ടുവരിക? റേറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. റേറ്റ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. റേറ്റ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പറയാം. 1 സെക്കൻഡിൽ നടക്കുന്ന റിയാക്ഷൻ. എന്താണ്? 1 സെക്കൻഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ 1 സെക്കൻഡ് കൊണ്ട് കുറയുന്ന റിയാക്ടന്റിന്റെ അളവ് അല്ലെങ്കിൽ കൂടുന്ന പ്രോഡക്റ്റിന്റെ അളവ്. ശരിയല്ലേ? കാരണം എത്രയാണോ റിയാക്ടന്റ് കുറയുന്ന അത്ര തന്നെ എന്താണ്? പ്രോഡക്റ്റ് കൂടും. കുറയുന്ന റിയാക്ടന്റിന്റെ അളവ് അല്ലെങ്കിൽ എന്താ? കൂടുന്ന പ്രോഡക്റ്റിന്റെ അളവ്. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ അതാണ് നമ്മൾ റേറ്റ് ആയിട്ട് പറയുന്നത്. എത്ര സെക്കൻഡ് കൊണ്ട്? എത്ര സെക്കൻഡ് കൊണ്ട്? പറയേ. 1 സെക്കൻഡ് കൊണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എമൗണ്ട് ഓഫ് റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ചേഞ്ച് എത്ര ടൈം? ഈ 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫിസിക്സിലൊക്കെ പറഞ്ഞ എത്ര ടൈമാ? യൂണിറ്റ് ടൈം. പറഞ്ഞ എന്ത് ടൈമാ? യൂണിറ്റ് ടൈം. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റിനെ ഡിഫൈൻ ചെയ്യും. സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്താ? എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ആരാണ്? റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എത്ര സമയം കൊണ്ടാണ്? ഈ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈം കൊണ്ട് റിയാക്ടന്റിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റിലോ വരുന്ന വ്യത്യാസം. ചേഞ്ച് ഇൻ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതിനെയാണ് നമ്മൾ ആ റിയാക്ഷന്റെ എന്ന് വിളിക്കുന്നത്? റേറ്റ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര റിയാക്ടന്റ് റിയാക്ട് ചെയ്യുന്നു, 1 സെക്കൻഡിൽ അല്ലെങ്കിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും, അത് സെയിം ആയിരിക്കും അല്ലെ? 1 സെക്കൻഡിൽ കുറയുന്ന റിയാക്ടന്റിന്റെ അളവും 1 സെക്കൻഡിൽ കൂടുന്ന പ്രോഡക്റ്റിന്റെ അളവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. വേറെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോസ് ഒന്നും ഇല്ലെങ്കിൽ. ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പഠിക്കും. അപ്പൊ നമുക്ക് ഈ 2 കേസിലെ റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ മെത്തേഡ്? ഇവിടെ എത്ര ഉണ്ടായിരുന്നു റിയാക്ടന്റ്? 15 ഉണ്ടായിരുന്നു. എത്രയായി? 10 ആയി. എത്രയും മാറ്റം?
എത്രയാ മാറ്റം? ചേഞ്ച് ഇൻ റിയാക്ടന്റ് എത്രയാ പറയോ? ചേഞ്ച് ഇൻ റിയാക്ടന്റ് എത്രയാ? 5 ആണോ മക്കളെ? ബൈ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ 5 ആണോ നമ്മുടെ ഉത്തരം? ഈ 5 ആണോ നമ്മുടെ റേറ്റ്? അല്ല, ഈ 5 അല്ല. എന്തുകൊണ്ടാ? എന്ത് ടൈമാ? യൂണിറ്റ് ടൈം ആണ് എന്ത് റേറ്റ്. പക്ഷെ ഈ 5 എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് കൊണ്ടാ? 5 സെക്കൻഡ് കൊണ്ട്. എത്ര സെക്കൻഡ് കൊണ്ടാ? 5 സെക്കൻഡ് കൊണ്ടാ. ശരിയല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? 1 സെക്കൻഡ്, 5 സെക്കൻഡ് കൊണ്ട് 5ന്റെ മാറ്റം. അപ്പൊ 1 സെക്കൻഡ് കൊണ്ട് എത്രയാ? ഒരു ലിസ്റ്റിൽ പറഞ്ഞാണ് കണക്കൊക്കെ അല്ലേ? എന്ത് ചെയ്യണം? മൊത്തം മാറ്റത്തിന് അത്രയും മാറ്റം വരാൻ വേണ്ടി വന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ? ചേഞ്ച് ഇൻ റിയാക്ടന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. എത്രയാ ചേഞ്ച് ഇൻ ടൈം? 5 സെക്കൻഡ്. അപ്പോ 1 ഗ്രാം പെർ സെക്കൻഡ് ആണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ആ റിയാക്ഷന്റെ റേറ്റ് എത്രയാണ്? 1 ഗ്രാം പെർ റിയാക്ടന്റ് ആണ്. ആക്ച്വലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മൈനസിന്റെ കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. എന്താ മൈനസ്? നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എത്രയാ? 10 മൈനസ് ഇനീഷ്യൽ എത്രയാ? 15. അപ്പൊ എത്രയാ വരിക? -5 ആണ് വരിക. ആൻസർ -1 വരും. അത് കുഴപ്പമില്ല. അത് പ്രോഡക്റ്റിൽ കാണുമ്പോൾ എന്തിനു വരും? അത് പോസിറ്റീവിൽ വരും. നമുക്ക് ഇതേ റേറ്റ് തന്നെ പ്രോഡക്റ്റിന്റെ ടേംസിൽ ഒന്ന് കണ്ടോക്കാം. ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ പ്രോഡക്റ്റ് എത്രയാ? 5. ഇനീഷ്യൽ പ്രോഡക്റ്റ് എത്രയാ? 0. എത്ര സമയം കൊണ്ടാ? 5 സെക്കൻഡ് കൊണ്ട്. അപ്പോഴും എത്രയാ? 1 ഗ്രാം പെർ സെക്കൻഡ്. അവിടെ ഉത്തരം എന്തിനാ വന്നേ? പോസിറ്റീവ് വന്നേ. ഇവിടെ നെഗറ്റീവ് വന്നു. ഇവിടെ എന്ത് തോന്നുന്നു? പോസിറ്റീവ് വന്നു. കാരണം ഇവിടെ റിയാക്ടന്റ് എന്ത് ചെയ്യാണ് ചെയ്തത്? കുറഞ്ഞു. മറ്റോടത്തെ റിയാക്ടന്റ് എന്ത് ചെയ്തു? കൂടി. ആ വ്യത്യാസം ഉള്ളൂ. അതാണ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ റിയാക്ടന്റിൽ വന്ന കുറവ് എത്രയാണോ അത്ര തന്നെ എന്തിൽ വരും? പ്രൊഡക്റ്റിൽ പറഞ്ഞാൽ വരും. അപ്പൊ റിയാക്ടന്റും പ്രൊഡക്റ്റും എന്തായിട്ട് നിൽക്കും? എപ്പോഴും ഈക്വൽ ആയിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ചിഹ്നം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ 2 ചിഹ്നം വരുന്ന ഒരു സൗകര്യമാണോ ഒരു റിയാക്ഷന്റെ റേറ്റിന്? അല്ല, ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒഴിവാക്കാം. എനിക്ക് വരുമ്പോൾ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാ? 1 ഗ്രാം പെർ സെക്കൻഡ് ആണ് ജനറലി. ഇനി ഇപ്പുറത്ത് റിയാക്ഷന്റെ റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ റിയാക്ടന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം റിയാക്ടന്റിന്റെ ടേംസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ റിയാക്ടന്റ് എത്രയാ? പറ. 8. ഇനീഷ്യൽ എത്രയാ? 15. എത്ര സെക്കൻഡ് കൊണ്ടാ? 7 സെക്കൻഡ് കൊണ്ട്. അപ്പൊ എത്രയാ? -7/7. അപ്പൊ അവിടെ എത്രയാണ്? 1 ഗ്രാം പെർ സെക്കൻഡ്. ഇത് പ്രോഡക്റ്റിന്റെ ടേമിൽ ഒന്ന് കണ്ടുപോയി. എത്ര വരിക? 15 മൈനസ് 8/7 ആണോ? അതെ, 7/7 എത്ര വരും? 1 ഗ്രാം പെർ സെക്കൻഡ്. വളരെ ക്ലിയർ ആണ്. അപ്പൊ വാല്യൂ മാറിയിട്ട് വന്നപ്പോൾ നമുക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ഇല്ല. ഏത് റിയാക്ഷന്റെ സ്പീഡാണ് കൂടുതൽ? ഏത് റിയാക്ഷന്റെ സ്പീഡാണ് കൂടുതൽ? 2 റിയാക്ഷൻ എന്താ നമുക്ക് പറയാ? 2 റിയാക്ഷൻ എന്താ? സെയിം സ്പീഡാണ് അല്ലേ? ബോത്ത് ഹാവ് ദ റേറ്റ് ഓഫ് എത്രയാണ്? 1 ഗ്രാം പെർ സെക്കൻഡ്. രണ്ടിനും ഒരേ 1 ഗ്രാം പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ എന്താണ്? മാറുന്നത്. അപ്പൊ റേറ്റ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈക്വേഷൻസ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആയി. റേറ്റ് കാണാൻ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് വായിച്ചേ? ചേഞ്ച് ഇൻ റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 7 മൈനസ് ഫൈനല് എത്രയാണ്? സോറി, ഫൈനൽ എത്രയാ? 7. ഇനീഷ്യൽ എത്രയാ? 0. കറക്റ്റ് ആണ്. അപ്പൊ എത്ര വരിക? 7 മൈനസ് അല്ലെ? പ്രോഡക്റ്റിന്റെ ടേംസ് ചെയ്യുമ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് എത്രയാ? 7. ഇനീഷ്യൽ പ്രോഡക്റ്റ് എത്രയാ? 0. അപ്പൊ എത്രയാണ് വരിക? 7 മൈനസ് 0 ആണ് വരിക. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോഴും എത്രയാണ് ആൻസർ വരുന്നത്? 1 ഗ്രാം പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത് അല്ലെ? ശ്രദ്ധിക്കുക. അപ്പോ റിയാക്ഷന്റെ റേറ്റിനെ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ചേഞ്ച് ഇൻ റിയാക്ടന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോ ഈ ഗ്രാമൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുക? അത് നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിനായിട്ട് പറഞ്ഞാണ്. നമ്മൾ കോൺസെൻട്രേഷൻ ആണ് ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? കോൺസെൻട്രേഷൻ കാണാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാ? കുറെ പഠിച്ചിരുന്നു സൊല്യൂഷനിൽ. ഒന്ന് റിവൈൻഡ് ചെയ്തേ. മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, ppm അല്ലെ? പിന്നെന്താ? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൊളാരിറ്റി ആണ്. അപ്പൊ നമ്മൾ ഗ്രാം എന്നുള്ള കണക്കല്ല ഉപയോഗിക്കുക. എന്താണ് ഉപയോഗിക്കുക? കോൺസെൻട്രേഷൻ. അപ്പൊ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഇനി വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് A B ആവുക എന്ന് മാത്രമാണ് എഴുതിയത് അല്ലെ? ഇനി പകുതി ഇങ്ങനെയാണെങ്കിലോ എയും ബിയും ചേർന്ന് എന്തായിട്ട് മാറുന്നു? സിയും ഡിയും ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് എഴുതുക. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വരുമ്പോ എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഉപയോഗിച്ച് കണ്ടെത്താം, ഏഡ് ഉപയോഗിച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ ആഡ് ഉപയോഗിച്ച് കണ്ടെത്താം, ബീഡ് ഉപയോഗിച്ച് കണ്ടെത്താം. ഇതെല്ലാം എന്തായിട്ട് വരും? സെയിം ആയിട്ട് വരും. വേറെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഒന്നും ഇല്ലെങ്കിൽ. സ്റ്റോഷിയോമെട്രി ഉണ്ടെങ്കിൽ പ്രശ്നം കാണിക്കും കേട്ടോ. അത് നോക്കാം എങ്ങനെ വരിക.
അപ്പൊ നമ്മുടെ പോയിന്റ് എന്താ, ഒന്നിലധികം റിയാക്ടന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കാണണമെങ്കിൽ ഏതെങ്കിലും റിയാക്ടന്റിന്റെ എന്ത് ചെയ്താൽ മതി, ടേംസ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഏതെങ്കിലും റിയാക്ടന്റിന്റെ എന്ത് ചെയ്താൽ മതി, കണക്കെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ റേറ്റ് ഓഫ് റിയാക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്, കേൾക്കുക ആദ്യം, ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് പെർ യൂണിറ്റ് ടൈം. എന്താണ് വാക്ക്, ലാസ്റ്റ് പറഞ്ഞ വാക്ക് എന്താ, പെർ യൂണിറ്റ് ടൈം. എന്താണ് വാക്ക്, പെർ യൂണിറ്റ് ടൈം. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റില്ല, ആദ്യം പഠിച്ചിട്ട് എഴുതാമോ. എന്താ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ആരാണ്, ചേഞ്ച് ഇൻ ദ, ആരാണ്, ഗ്രാം ഒന്നല്ല, ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ, അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു എയും ബിയും ചേർന്ന് സിയും ഡിയും ആവുകയാണെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും ടേംസ് വെച്ചിട്ട് ചെയ്യാം. എ വെച്ചിട്ട് ചെയ്യണോ, ചെയ്യാം. ബി വെച്ച് ചെയ്യണോ, ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോ എനി വൺ ഓഫ് ദ റിയാക്ടൻസ് മാത്രമാണോ, അല്ല, ഓ പ്രോഡക്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുമ്പോൾ റിയാക്ടന്റിൽ ചെയ്യുന്നത് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പ്രൊഡക്റ്റിൽ കിട്ടുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്യും, മുന്നിൽ മൈൻസ് ഇട്ട് കൊടുക്കും ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞേ, എന്താണ് ഈ പറയുന്ന റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ, പറയോ, എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ്. ഈ വാക്ക് മാർക്കായിരിക്കോ, എന്താ, പെർ യൂണിറ്റ് ടൈം. വെറുതെ ചേഞ്ചിങ് ആണോ പറയുന്നത്, അല്ല, യൂണിറ്റ് ടൈമിനനുസരിച്ച് എന്ത് ചേഞ്ച് ആണോ വരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ പറയുന്ന റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒന്നുകൂടെ പറഞ്ഞേ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ, എന്താണ്, ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് പെർ യൂണിറ്റ് ടൈം. Change in the concentration of any one of the reactants or products in unit time. Unit ടൈമിലെ റിയാക്ടന്റിലോ പ്രോഡക്ട്സിലോ, അത് ഏതെങ്കിലും റിയാക്ടന്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതിൽ വരുന്ന മാറ്റത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഗ്രാമാണോ നമ്മൾ എടുക്കുന്നത്, അല്ല, അതിന് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാൽക്കുലേഷന്, കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താ, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, കുറെ സാധനങ്ങളുണ്ട് അല്ലേ. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, മൊളാരിറ്റി ആണ്. എന്താണ് മൊളാരിറ്റി, മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ, മോൾ പെർ, പറഞ്ഞോ, മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ, മോൾ പെർ ലിറ്റർ. സിമ്പൽ എന്താ, എന്തെമ്മ, ക്യാപിറ്റൽ. എന്താ വായിക്കുക, ക്യാപിറ്റൽ എങ്ങനെ, മോളാർ എന്നാ വായിക്കുക, മോളാർ. അപ്പൊ ഡെഫിനിഷൻ അങ്ങോട്ട് കയറ്റി ഫസ്റ്റ് ആയിട്ട്, എന്താ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് the change in concentration of any one of the reactants or products per unit time. The rate of a reaction is defined as the change in concentration of any one of the reactants or products per unit time. Per unit time. അപ്പോൾ നമുക്ക് ജനറലി ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കയറ്റാം അല്ലെ. ഡെഫിനിഷൻ കിട്ടിയെന്ന് കരുതുന്നു, പഠിച്ചു എന്ന് കരുതുന്നു. എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ change in concentration of reactants or products, any one of the reactants or products per എന്താണ് യൂണിറ്റ് ടൈം. നമുക്ക് റേറ്റ് എങ്ങനെ എഴുതാം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ, എന്താണ്, റിയാക്ടൻസ്, ചേഞ്ച് ഇൻ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ്. ജനറലി ഉള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ചേഞ്ച് ഇൻ റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ, എന്താണ്, ചേഞ്ച് ഇൻ ടൈം. ഇതാണ് ചേഞ്ച് ഇൻ ടൈം. റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ എഴുതാം നമുക്ക്, ചേഞ്ച് ഇൻ റിയാക്ടൻസ് ഓർ പ്രൊഡക്ട്സ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അപ്പോ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ റേറ്റിന്റെ യൂണിറ്റ് എന്താണ് വരിക എന്നുള്ളത് ആലോചിച്ച് നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഉള്ള വാക്കോടെ ആഡ് ചെയ്തോട്ടെ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, change in concentration of reactants or products divided by change in time. അവിടെ അപ്പോൾ യൂണിറ്റ് എന്താ വരിക, യൂണിറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് എന്താണ് യൂണിറ്റ് ഓഫ് റേറ്റ് വരിക, ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു മുകളിൽ ആരാണ്, മുകളിൽ റിയാക്ടൻസിന്റെ എന്താ, കോൺസെൻട്രേഷന്റെ യൂണിറ്റ് നമ്മളിപ്പോ പറഞ്ഞു. കോൺസെൻട്രേഷൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കാൻ പോകുന്നത് എന്താ, മൊളാരിറ്റി. എന്താണ്, മൊളാരിറ്റി.
അപ്പൊ മൊളാരിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം, മോൾ ലിറ്റർ റേസ് ടു -1. മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ലിറ്റർ റേസ് ടു -1 ആണ്. ആണോ? ബൈ ലിറ്റർ എന്നുള്ളത് മോളിലേക്ക് യൂണിറ്റ് ബൈ റേസ് ടു -1 ആവും. ഓൾ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുമ്പോൾ എന്താ വരിക? സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോൾ ലിറ്റർ റേസ് ടു -1 മോളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? സെക്കൻഡ് റേസ് ടു -1. അപ്പൊ യൂണിറ്റ് ഓഫ് റേറ്റ് നാളേക്ക് ഇതൊക്കെ പഠിക്കണമെന്ന് എഴുതി തരാം. നാളെ ചോദിക്കണത് എന്തായാലും മോൾ ലിറ്റർ റേസ് ടു -1 പിന്നെന്താ? സെക്കൻഡ് റേസ് ടു -1. അതാണ് എന്തിന്റെ യൂണിറ്റ് വരുന്നത്? റേറ്റിന്റെ യൂണിറ്റ് വരുന്നത്. സോ യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അതാണ് എന്ത്? യൂണിറ്റ് ഓഫ് റേറ്റ് വരുന്നത്. ഇനി ഈ എങ്ങനെ ഇതിന്റെ റിയാക്ഷൻസ് നമുക്ക് വേറെ 1-2 ടേമുകളിൽ എഴുതാം. ഇതൊക്കെ എഴുതിയെടുത്തോ ബോർഡിൽ വരുന്നത്. ഫോർ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. എന്താണ് റിയാക്ഷൻ? ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എ ബിക്കം ആരാണ്? ബി. എ ആരായിട്ട് മാറുന്നു? ബി ആയിട്ട് മാറുന്ന ഒരവസ്ഥ. എ ബി ആയിട്ട് മാറുമ്പോ നമുക്ക് എങ്ങനെ ഈ റേറ്റ് എക്സ്പ്രസ് ചെയ്യാം? ഈ റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോ റേറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇവിടെ ആരാണ് റിയാക്ടന്റ്? എ ആണോ ബി ആണോ? എ ആണ്. അപ്പൊ അതിന്റെ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ വരിക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ അതിന് വേണ്ട സമയം. അതിന് വേണ്ട സമയത്ത് നമുക്ക് എങ്ങനെ വിളിക്കാം? ഡെൽറ്റ ടി. ഇപ്പൊ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ടൈം, അതിന് വേണ്ടി വന്ന സമയം. ഇതിപ്പോ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് എഴുതിയത്? റിയാക്ടന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം? പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. പ്രോഡക്റ്റിന്റെ കണക്കിൽ എഴുതുമ്പോ എന്താ വരിക? ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആരാ? പി ഡിവൈഡഡ് ബൈ ആരാണ്? ഡെൽറ്റ ടി. മക്കൾ ഇത് രണ്ട് ഈക്വൽ ടു ആണെന്ന് നമുക്ക് ഇടാൻ പറ്റുമോ? മനുഷ്യന് ഇല്ല. ഇതിൽ ഒരെണ്ണം എന്തായിരിക്കും? മൈനസ്, ഒരെണ്ണം എന്താ? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഉത്തരം പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യാണ്? റിയാക്ടന്റിന്റെ ഇക്വേഷന്റെ മുന്നില് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? ഒരു മൈനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡെൽറ്റ എ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. എന്തുകൊണ്ടാ? റിയാക്ടന്റ് കുറയുകയാണല്ലോ. അപ്പൊ അത് ഇക്വേഷനിൽ നമ്മൾ അതിന്റെ മുന്നിൽ എന്ത് ഇട്ട് കൊടുക്കാണ്? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ മൈനസ് ഓഫ് മൈനസ് വന്ന് അത് എന്തായിട്ട് മാറും? പ്ലസിൽ ഉത്തരം വന്നോളൂ. നമുക്ക് ശരിയല്ലേ പറഞ്ഞു? എന്തിൽ ഉത്തരം വന്നോളൂ? പ്ലസിൽ ഉത്തരം വന്നോളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് റിയാക്ടന്റിന്റെ സൈഡിന്റെ മുന്നിൽ എന്ത് ഇട്ട് കൊടുക്കണേ? മൈനസ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇക്വേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരും പറയുന്ന റേറ്റ് എന്തിന് വന്നോളൂ? പോസിറ്റീവില് വന്നോളൂ. അല്ലെങ്കിൽ ചില ആളുകൾ റിയാക്ടന്റിൽ പറയുമ്പോൾ അത് മൈനസിലും, പ്രോഡക്റ്റിൽ പറയുമ്പോൾ അത് എന്തിലും വരും? പറയടാ, പോസിറ്റീവിലും വരും എന്നുള്ളൊരു പ്രശ്നമല്ലേ? അപ്പൊ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മൈനസ് സൈൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഇതില് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈം ഇന്റർവൽ ആണ് അല്ലെ? ചേഞ്ച് ഇൻ ടൈം. ഡെൽറ്റ ടി എന്താ? ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം അത് വലിയൊരു ഇന്റർവൽ ആണ്. ചേഞ്ച് ഇൻ ടൈം. അപ്പൊ വലിയ ടൈം ഇന്റർവൽ ആണോ നമ്മൾ എന്ത് റേറ്റ് എന്ന് വിളിക്കുക? ഇല്ലേ? ഫിസിക്സിൽ പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം? ടൈം ഇന്റർവൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ത് വെലോസിറ്റി എന്ന് പറയാ? ആവറേജ് വെലോസിറ്റി ആണോ? ടൈം ഇന്റർവൽ പരമാവധി ചെറുതാക്കുന്ന തോറും എന്ത് വെലോസിറ്റി എന്ന് പറയാ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതുപോലെ ഇവിടെ അത്യാവശ്യം ടൈം ഇന്റർവൽ ഉണ്ടെങ്കിൽ ഇത് എന്ത് വെലോസിറ്റി, എന്ത് റേറ്റ് ആണ്? ആവറേജ് റേറ്റ്. ഓക്കെ, ഒരു മിനിറ്റിന് മുൻപ് ഡെൽറ്റ എ ഒന്ന് മാർക്ക് ചെയ്തോ. ഡെൽറ്റ എ എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ. ഡെൽറ്റ ബി ആരാണ്? ഡെൽറ്റ ബി. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ആരാ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ. അല്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന റേറ്റ് എന്ത് റേറ്റാ? എന്ത് റേറ്റ് എന്ന് പറഞ്ഞേ? ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞേ. ആവറേജ് റേറ്റ്. ആവറേജിന്റെ ഒരു പ്രത്യേകത എന്താ? ആവറേജിന്റെ പ്രത്യേകത ആദ്യം ചിലപ്പോ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടാവും. ചിലപ്പോ പിന്നെ കുറച്ചു നേരം റിയാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നടന്നിട്ടേ ഉണ്ടാവില്ല. പിന്നെ അവസാനം ഫാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ സ്പീഡായിട്ട് നടന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആവാം അല്ലേ? അത് പല ഓർഡറിൽ വന്നാലും നമുക്ക് ആവറേജ് റേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആണോ? നിങ്ങൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകണം, ആവറേജ് വെലോസിറ്റി കാണുന്നു. സമയമായിരുന്നു കേട്ടോ. ചെയ്ത് വരുന്നു കേട്ടോ. ചെയ്ത് പഠിച്ചു വന്നോളൂ. സമയമായോ? നമ്മളിവിടെ പറഞ്ഞു നിർത്തി. അപ്പോ നമ്മള് തൃശ്ശൂർക്ക് പോവാണ്. ഒരാൾ എന്ത് ചെയ്തു?
15 മിനിറ്റ് സമയം. 15 മിനിറ്റ് സമയത്തില് ആദ്യ പകുതി അദ്ദേഹം വെറുതെ നിന്നു. ബാക്കി പകുതി കൊണ്ടാണ് എങ്ങനെ എത്തിയത്? ടൗണിലേക്ക് എത്തിയത്. വേറൊരാള് ആദ്യ പകുതിയിൽ തന്നെ എവിടേക്ക് എത്തി? ടൗണിലേക്ക് എത്തി. എന്നിട്ട് ബാക്കി സമയം അവിടെ എന്ത് ചെയ്തു? വെറുതെ നിന്നു. രണ്ടുപേരുടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? സെയിം ഇന്റർവെല്ലാണെന്ന് കരുതുന്നത്. രണ്ടുപേരുടെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ അവിടെ നടന്ന പ്രോസസ്സ് ഒന്നാണോ? അല്ല. ഒരാൾ ഇവിടെ പകുതി സമയം നിന്നിട്ട് ബാക്കി പകുതി സമയം കൊണ്ടാണ് അങ്ങോട്ട് പോയത്, അങ്ങോട്ട് എത്തിയത് അല്ലേ? ആണോ? മറ്റേ തിരിച്ചാണ്. പക്ഷെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? രണ്ടുപേരുടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ആ മോഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ആവറേജ് വെലോസിറ്റി കൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. കാര്യമായിട്ടുള്ള ഗുണം ഇല്ലല്ലോ. ശരിയല്ലേ പറഞ്ഞത്? അപ്പൊ ആവറേജ് വെലോസിറ്റി അത്ര പ്രാധാന്യമുള്ളതല്ല. അവിടെയാണ് നമ്മൾ റിയാക്ഷൻസിന്റെ എന്ത് കൊണ്ടുവരാൻ നോക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? കഴിഞ്ഞ വർഷം നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ പഠിക്കുമ്പോൾ അത് എങ്ങോട്ടാ പോവുക? ഡിഫറൻസിയേഷനിലേക്കാണ് പോവുക അല്ലെ? ഡെൽറ്റ ടി പരമാവധി എന്ത് ചെയ്യുക? പറയോ. ഡെൽറ്റ ടി പരമാവധി എന്ത് ചെയ്യുക? നമ്മൾ എന്താക്കുക? കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലെ? പരമാവധി നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ ടി ചെറുതാക്കും. ശരിയല്ലേ പറഞ്ഞത്? ഡെൽറ്റ ടി മാക്സിമം എന്ത് ചെയ്യും? നമ്മൾ കുറയ്ക്കും. അതേ പ്രോസസ് തന്നെയാണ് ഇവിടെയും വരുന്നത് നമുക്ക്. അപ്പോ ടൈം ഇന്റർവെല് പരമാവധി ചെറുതാക്കും തോറും നമുക്ക് എന്താണ് കിട്ടുക? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്ത് റേറ്റ് ആണ് കിട്ടുക? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ടൈം ഇന്റർവെൽ എന്നുള്ളതിന് പകരം അറ്റ് എ പർട്ടിക്കുലർ ടൈം. എന്താണ്? അറ്റ് എ പർട്ടിക്കുലർ ടൈം. 5ാമത്തെ സെക്കൻഡിൽ എത്രയാണ് റേറ്റ്? 6ാമത്തെ സെക്കൻഡിൽ എത്രയാണ് റേറ്റ്? അപ്പോൾ ടൈം ഇന്റർവെല്ലിൽ പൂജ്യമാക്കാൻ പറ്റുമോ? പൂജ്യമാക്കാൻ പറ്റില്ല. അപ്പൊ പരമാവധി എന്ത് ചെയ്യണം? ആ ഡിവിഷന്റെ താഴെ വരുന്ന ടൈം ഇന്റർവെല്ലിനെ പരമാവധി കുറയ്ക്കണം. ആ കുറയ്ക്കുന്ന പ്രോസസ്സാണ് എന്ത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ചെയ്ത് അല്ലെ? ഡെൽറ്റ അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു 0 അല്ലെ? അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ അപ്പൊ എന്ത് പറയാം? ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡിഫറൻസിയേഷനിലേക്കാണ് അത് പോണത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? പഴയ ഇക്വേഷൻ തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പെർ യൂണിറ്റ് ടൈം എന്നായിരുന്നു പറഞ്ഞല്ലേ? ഇൻസ്റ്റന്റേനിയസിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എന്ത് പറയുക? റേറ്റ് ഓഫ് the instantaneous rate is defined as the change in concentration of reactants or products in a അല്ലെങ്കിൽ at a particular time. 5ാമത്തെ സെക്കൻഡിൽ എന്ത് മാറ്റാണ്? 6ാമത്തെ സെക്കൻഡിൽ എന്ത് മാറ്റാണ്? 7ാമത്തെ സെക്കൻഡിൽ എന്ത് മാറ്റാണ്? അപ്പൊ നമുക്ക് ആ മോഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ നേരത്തെ തൃശ്ശൂർ പോകുന്ന കാര്യം പറഞ്ഞു അല്ലെ? നമ്മൾ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആദ്യം ആരാണ് വെയിറ്റ് ചെയ്തത്, ആദ്യം ആരാണ് പോയെന്നൊക്കെ മനസ്സിലാവില്ലേ? ആവറേജ് നോക്കിയത് മനസ്സിലാവോ? ആവറേജ് നോക്കിയാൽ മനസ്സിലാവോ? ഇല്ല. പഠിക്കിട്ടുണ്ടോ? അല്ലേ ജസ്റ്റിൻ? കുറച്ചല്ലേ? ശ്രദ്ധ കൊണ്ടുവരിക ക്ലാസ്സിലേക്ക്. ഉറങ്ങല്ലേ? ഓക്കെ. അപ്പൊ എന്താ ആവറേജ് നോക്കിയാൽ മനസ്സിലാവോ? ഇല്ല. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് കിട്ടണം അല്ലെ? ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മൊമെന്റിലും ഇൻസ്റ്റന്റേനിയസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ ടി പരമാവധി എന്താക്കണം? പറയോ. ഡെൽറ്റ ടി പരമാവധി ചെറുതാക്കണം. അപ്പൊ അത് ലിമിറ്റിലേക്ക് വരും. ലിമിറ്റിന്റെ ഭാഗമായിട്ട് പിന്നെ അത് ഇതിലേക്ക് വരും, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലേക്ക് വരും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യേ. ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് defined as the instantaneous rate defined as the instantaneous rate defined as the rate of change in concentration of rate of change in concentration of any one of the reactants or products, any one of the reactants or products and the products at a എന്താണ്? at a particular time. Rate of change in concentration of കിട്ടിയില്ലേ? Instantaneous rate is defined as the rate of change in concentration of any one of the reactants or products, any one of the reactants or products at a particular time, at a particular time. ശ്രദ്ധിക്കാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോ ഹൈപ്പോത്തറ്റിക്കലി നന്നായി ശ്രദ്ധിക്കുക. ഹൈപ്പോത്തറ്റിക്കലി ഒരു റിയാക്ഷൻ എടുക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എയും ബിയും ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? ജസ്റ്റ് പറയോ. സിയും ഡി ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയത് അല്ലെ? ഇപ്പൊ ഇങ്ങനെയാവണമെന്നില്ല. ഇപ്പൊ വാട്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെ വരുന്നത്? 2H2 plus
O2 2H2 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്? സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ഉണ്ട് ഇല്ലേ? അപ്പോ അതാ ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ നമ്മൾ സങ്കല്പിക്കുകയാണ്. AA plus BP become ആരാണ്? CC plus DD. ഇതെന്താ ഈ സ്മോൾ ലെറ്റർ ABCD? നമ്പർ ഉണ്ടാവുമല്ലോ. കെമിക്കൽ റിയാക്ഷന്റെ സൈഡിൽ എന്തുണ്ടാവും? നമ്പറുകൾ ഉണ്ടാവും, സ്റ്റോഷിയോമെട്രിക് റേഷ്യോസ് ഉണ്ടാവും അല്ലെ. അത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുക അല്ലെങ്കിൽ റേറ്റ് എഴുതുക? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാനായിട്ട് നമ്മൾ ലിമിറ്റിലേക്ക് കിടക്കണില്ല. എന്താണ് എഴുതുന്നത്? പകരം ഡിഫറൻഷ്യലാണ് എഴുതുന്നത്. എന്ത് എഴുതുന്നത്? ഡിഫറൻഷ്യൽ. എന്ത് റേറ്റ് കാണാനാ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണാൻ. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യം ഇത് വെച്ചിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ഈ നമ്പറുള്ള കാരണം നമ്മൾ വെറുതെ എയുടെയും ബിയുടെയും ഡിവൈഡ് ചെയ്താൽ ശരിയാവോ? ഇല്ല, വ്യത്യാസം കാണിക്കില്ലേ? ഇവിടെയൊക്കെ എത്രയായിരുന്നു നമ്പർ? എ എത്രയാണോ ഉള്ളത് അത്ര തന്നെ എന്തുണ്ട് പറയേ, ബി ഉണ്ട്. അപ്പൊ നിങ്ങൾ എയുടെ റേറ്റ് കണ്ടാലും ബിയുടെ റേറ്റ് കണ്ടാലും ഒക്കെ എന്തായിട്ട് വന്നോളൂ? സെയിം ആയിട്ട് വന്നോളൂ. പക്ഷെ ഇവിടെ അങ്ങനെയാണ് വരിക. ഇപ്പൊ 2H2 plus O2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓക്സിജൻ ഉള്ളതിന്റെ നമ്പറിന്റെ എത്രയാ? ആരാ ഡബിൾ? ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഉണ്ടോ? എല്ലാവരും 1 മോളാണോ കണക്ക്? അല്ല. അപ്പൊ ആ റേറ്റില് വെറുതെ ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം കാണിക്കില്ലേ? കാണിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം റേറ്റ് കാണാം. ഇവിടെ ഈ എ വെച്ചിട്ടാണ് കാണുന്നത്. ആദ്യം മാഷ് എന്തിടണം? പറഞ്ഞോ, കറക്റ്റാണ്. ആദ്യം എന്തിടണം? പറയേ. റിയാക്ടന്റ് സൈഡിൽ വരുമ്പോ ആദ്യം എന്തിടണം? മൈനസ് ഇടണം. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ ചെയ്തു. ആ മൈനസ് ഇട്ടാലാണ് പ്രോഡക്റ്റിന്റെ പോസിറ്റീവും ഇതിന്റെയും എന്താവുള്ളൂ? പോസിറ്റീവ് ആവും. അടുത്ത് നമ്മൾ എഴുതുകയാണ് 1/A. ഇവിടെ കോൺസ്റ്റന്റ് എ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? 1/A. അത് എന്തിനാ? എല്ലാത്തിനെയും എത്രയാക്കുള്ള പരിപാടിയാ? 1 ആക്കുള്ള പരിപാടി. അപ്പൊ ഇതിനെ 1/A എന്ന് ഡിവൈഡ് ചെയ്ത AA/A. അപ്പൊ അത് എത്രയായി? ഒരു മുകളിലേക്ക് വന്നു. അപ്പൊ ബിയുടെ അവിടെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? ബിയുടെ സെക്ഷൻ 1 ആണെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ -1/A ഡിഫറൻഷ്യൽ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A by dt. ഇതെന്താ? നേരത്തെ മാഷ് ഡെൽറ്റ ഉണ്ട്, ഇപ്പൊ ഡി ഇട്ടു. എന്താ വ്യത്യാസം? ഡെൽറ്റ ഇടുമ്പോ എന്ത് റേറ്റാ? ഡെൽറ്റ ഇടുമ്പോ എന്ത് റേറ്റാ? ഇന്റർവെല് കുറച്ച് വലുതാ. എന്ത് റേറ്റാ? ആവറേജ് റേറ്റ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഡി ഇടുമ്പോ എന്ത് റേറ്റാ? DT എന്ന് പറയുന്നത് ഭയങ്കര എന്തായി? ചെറുതായി. അപ്പൊ എന്ത് റേറ്റാ വരുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ്. അപ്പൊ അടുത്തത് പറഞ്ഞു ഈ പിയുടെ ടേബിൾ എങ്ങനെ കാണാം? പറയേ പിയുടെ ടേബിൾ എങ്ങനെ കാണാം? ആദ്യം എന്താടണ്ടേ? ബി റിയാക്ടന്റ് ആണ്. അപ്പൊ ആദ്യം എന്താടണ്ടേ? -1/B. B concentration of B by D. ശരിയല്ലേ? ഇത് നമുക്ക് ഏത് വെച്ച് കാണാം? ഇതെന്താ നടുക്കിൽ ധൈര്യമായിട്ട് ഇക്കട്ടൂടാൻ പറ്റണേ? നമ്മളെല്ലാത്തിനും എത്ര മോളിലേക്കാക്കി? 1 മോളിലേക്കാക്കി ഡിവിഷൻ അല്ലെങ്കിൽ ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല. നിങ്ങൾ നമ്പർ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട്. വെറുതെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ഉത്തരം വരും. നിങ്ങൾ ഹൈഡ്രജനിൽ കാണുന്ന ഉത്തരം ആവില്ല എവിടെ വരിക? ഓക്സിജനിൽ വരിക. പക്ഷെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത രണ്ടിന്റെ ഉത്തരം എന്താവും? സെയിം ആവും. അതാണ് എന്റെ കണക്ക്. അടുത്ത് നിങ്ങൾ പറഞ്ഞ പ്രോഡക്റ്റിന്റെ ടേം. ആരാ പ്രോഡക്റ്റ്? സി. എന്താണ്? മൈനസ് ഇടണോ? വേണ്ട. എന്തുകൊണ്ടാ? പ്രോഡക്റ്റ് സൈഡാ. ഇനി എന്താ എഴുതണ്ടേ? 1/C concentration of D concentration of C by dt equal to 1/D അല്ലേ? concentration of D by D തന്നെയാണോ അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതണതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാ? എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഒരു മൊമെന്റില് അല്ലേ? ഒരു പർട്ടിക്കുലർ ടൈമിൽ അപ്പൊ എന്ത് സംഭവിച്ചു? മനസ്സിലായ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നിൽക്കുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ ചെയ്യില്ല. കാരണം ഇവിടെ അത്ര ഇത് ഉപയോഗിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു റിയാക്ഷന്റെ എന്ത് എഴുതുക? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എഴുതും. ഓക്കെ, റേറ്റിന്റെ യൂണിറ്റ് നമ്മൾ എഴുതി തോന്നും അല്ലേ? അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് നമ്മളോട് അവരൊരു കെമിക്കൽ റിയാക്ഷൻ തരും. എന്നിട്ട് അതിന്റെ എന്ത് എഴുതാൻ പറയും? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറയും. അവരെന്ത് ചെയ്യാൻ പറയും? നമ്മളടുത്ത് ആ തന്നേക്കണ ഇക്വേഷന്റെ എന്ത് എഴുതാൻ പറയും? ഒന്ന് പറയടാ. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതാനായിട്ട് പറയും. നോക്കാം, ഒരെണ്ണം പ്രാക്ടീസ് ചെയ്യാം. ഇത് എഴുതണം കേട്ടോ, കഴിഞ്ഞിട്ട് ചെയ്യാം സമയം തരാം. ഒരു കെമിക്കൽ റിയാക്ഷൻ 2N2O5 become 4NO2 plus O2. 4NO2 plus O2. ഇങ്ങനെയാണ് എന്ത് വന്നിരിക്കുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ വന്നിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ.
ഇങ്ങനെയാണ് കെമിക്കൽ. നമുക്ക് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഇക്വേഷൻ എഴുതാം. നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതാരാ? റിയാക്ടന്റ്. ഇവരൊക്കെ ആരാ? പ്രോഡക്റ്റ്. റേഷ്യോസ് കാണാനുണ്ടോ? റേഷ്യോസിന് സോഷ്യമായിട്ട് റേഷ്യോസ് കാണാനില്ലേ? അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ റേറ്റ് ഈക്വൽ ടു ആദ്യം റിയാക്ടന്റിൽ പറഞ്ഞു എന്താ എഴുതണ്ടേ മാഷ? ആദ്യം മൈനസ് അല്ലേ? ആദ്യം എന്താ എഴുതണ്ടേ? മൈനസ് അല്ലേ? ഇനി എന്താ എഴുതണ്ടേ? 1/2. ഇത്രയേ ഉള്ളൂ സംഭവം. എത്രയാണ്? 1/2. ആ റേഷ്യോസ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എന്താ എഴുതണ്ടേ? ഡി ആരാ? കോൺസെൻട്രേഷൻ ഓഫ് പറയും മക്കളെ N2O5 ഡിവൈഡഡ് ബൈ dt ഈക്വൽ ടു കഴിഞ്ഞു. ഇനി ആരാ? ഇനി പ്രോഡക്റ്റിൽ എന്താ എഴുതണ്ടേ? മൈനസ് വേണം? വേണ്ട. എത്ര എഴുതണ്ടേ? അപ്പൊ ഇനി 1/4 d കോൺസെൻട്രേഷൻ ഓഫ് NO2 ബൈ ആരാ? dt ഈക്വൽ ടു ഇനി എന്താ എഴുതണ്ടേ? 1/1. അത് എഴുതണോ? 1/1 എഴുതണോ? വേണ്ട. അവിടെ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ 1/1 എഴുതില്ല. അപ്പൊ നേരിട്ട് എന്താ എഴുതാം? ഡി കോൺസെൻട്രേഷൻ ഓഫ് O2 ബൈ dt. അപ്പൊ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ കിട്ടി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ എന്ത് എഴുതി കൊടുക്കാൻ പറ്റണം? റേറ്റ് ഇക്വേഷൻ എഴുതി കൊടുക്കാനായിട്ട് പറ്റണം. ഡിഫറൻഷിയേറ്റ് ചെയ്തൊന്നും ചെയ്യാനില്ലേ? ജസ്റ്റ് എഴുതുക. വേറെ നമുക്ക് ചെയ്യാനില്ല. ഡിഫറൻഷ്യൽ വരണുണ്ടോ? ഡിഫറൻഷ്യൽ വരണുണ്ടോ ഇവിടെ? ഇപ്പൊ കഴിഞ്ഞ മാത്സിലെ ഡിഫറൻസിയേഷൻ ചെയ്തു അല്ലേ? ആണോടാ മക്കളെ? ഇതൊരു ഡിഫറൻസിയേഷൻ ചെയ്തു. അപ്പൊ മാഷ് പറയുന്നായിരുന്നു പരീക്ഷയ്ക്ക് ഇന്നലെ ആകെ എത്ര കണക്കാ ചെയ്തേ? ഒരു 2 കണക്കാ ചെയ്തേ. 25 മിനിറ്റിനെ തൊട്ട് കണക്ക് ചെയ്തെടുത്ത് ഇത്രയും സമയത്തിൽ ചെയ്തേ അല്ലേ? സമയം പോണ ഒരു പരിപാടിയാ സെക്കൻഡ് ഇയറിൽ മാത്സിൽ. ആകെ തെറ്റിക്കുമുട്ട പോലാസ് കഴിയില്ല. എന്നാലും അത് മുഴുവനും ചെയ്യണതിന്റെ കാരണം എന്താ? അപ്പൊ അത് വേഗം ഈസി ആയിട്ട് അവസാനിപ്പിക്കാം. ഈ പാടൊക്കെ ഈസി ആയിട്ട് അവസാനിപ്പിക്കാം. മാത്സ് നമ്മളെ പാടം തീർത്തിട്ടില്ല. നമ്മള് 10 ചോദ്യം ഒരു എക്സസൈസിലുണ്ടെങ്കിൽ എത്ര എണ്ണം ചെയ്താൽ മതി? 5 എണ്ണം ചെയ്താൽ മതി അല്ലേ? 5 എണ്ണം ചെയ്തിട്ട് ബാക്കി 5 എണ്ണം ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ സംശയമുള്ള ചോദിച്ചാൽ പറഞ്ഞാൽ മതി. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് ഇതാ, ആ സാധനം നമുക്ക് അത്രയും എന്താവണം? അത്രയും കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാവണം. അതിന്റെ കാരണം എന്താ? നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഈ സാധനം എന്താ? സാധനം വരും. നിങ്ങൾ കെമിസ്ട്രി എടുത്തിട്ട് പഠിക്കുമ്പോൾ കെമിക്കൽ എനർജീസിന്റെ ഭീകര രൂപം കൊണ്ടിട്ട് അവിടെ വരും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? പ്രോബ്ലം ചെയ്ത് കൊടുക്കേണ്ടി വരും. മനസ്സിലാവണ്ട? ആ സമയത്ത് അതൊന്നും അറിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ മേഖല കംപ്ലീറ്റ് പോകും. അപ്പൊ ഈ കാൽക്കുലസിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും എന്ത് ചെയ്യും? കടന്നു വരും. എന്താണ്? എല്ലാ മേഖലയിലും ആര് കടന്നു വരും? കാൽക്കുലസ് കടന്നു വരും. അങ്ങനെ പ്രശ്നം ഉണ്ടേ. എന്താ പറയുന്നത്? എല്ലാ മേഖലയിലും ആര് കടന്നു വരും? കാൽക്കുലസ് കടന്നു വരും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് നല്ല ശ്രദ്ധയിൽ ചെയ്യുക. കാൽക്കുലസ് പഠിക്കുമ്പോൾ ഡിഫറൻസിയേഷൻ ഒക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇവിടൊക്കെ കാര്യമായിട്ട് അല്ലെങ്കിൽ എഴുതി അവസാനിപ്പിക്കുക. ഈ പറഞ്ഞ സംഗതി മനസ്സിലായ? അപ്പൊ എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? ഒറ്റ വാക്കുള്ള എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? അറ്റ് എ പർട്ടിക്കുലർ ടൈം. അറ്റ് എ പർട്ടിക്കുലർ ടൈം. എന്താ ആവറേജ് റേറ്റ്? എന്താ ടൈം ഇന്റർവൽ? ആവറേജ് റേറ്റ് എന്താ? ടൈം ഇന്റർവൽ. മൈനസ് ഇടുന്ന കാര്യമൊക്കെ അല്ലേ? ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊക്കെ അല്ലേ? റേഷ്യോ വരുമ്പോ ഡിവൈഡ് ചെയ്ത് എഴുതണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷന്റെ മുകളിൽ ഒന്ന് എഴുതിയിടുക. ഫോർ എ ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫോർ എ ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ ഇത് എഴുതുക. ഇത് എക്സാമ്പിൾ ആയിട്ട് മാറ്റി വയ്ക്കും. റേറ്റിന്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അത്രയും സംഗതികളൊന്നും മാറ്റി വെച്ച് അത് കഴിഞ്ഞ ഒരു ചെറിയ ചോദ്യം കഴിഞ്ഞു വെച്ചിട്ടാൽ മതി. പരീക്ഷ ചോദിക്കുക അങ്ങനെയാണ്. റേറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് റിയാക്ഷൻ പ്രൊഡക്റ്റ്. ഒരു നമ്പർ ഇട്ട് എഴുതിയാൽ മൊത്തം എഴുതുന്നുണ്ടോ? ഈ റിയാക്ഷന്റെ അല്ലെ അമോണിയ ഫോം ചെയ്ത പ്രോസസ്, ഈ റിയാക്ഷന്റെ എന്ത് എഴുതി കൊടുക്കുക? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതി കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. റേറ്റ് ഈക്വൽ ടു ഇതിന്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതി. അവിടെ +1 ക്ലാസ്സുകൾ 15-ാം തീയതി 20-ാം തീയതി ആയിട്ട് തുടങ്ങുന്നുണ്ട്. 5-6 പേരായിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അപ്പോ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക? പറയുക ക്ലാസ് തുടങ്ങുന്ന കാര്യം കേട്ടോ. റേറ്റ് ഈക്വൽ ടു N2+. കഴിഞ്ഞ ഇത് ചെയ്യാം കേട്ടോ. ഈ സംഭവം ചെയ്യാം. ഇന്നലെ വരാത്തവരൊക്കെ എണീറ്റുന്നത്. ഇന്നലെ വരാത്തവര് കുറേ പേര്
ശിവന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലല്ലോ. വരാത്തൊരു കംപ്ലീറ്റ് 3 പേരെ പണിയിട്ടോ. ലീം എന്താ പണിയേ? അത് കുഴപ്പമില്ല. ആൽബിയിരുന്നോ? ഫെയിലിരുന്നോ? ശിവ ഒന്നും പറഞ്ഞില്ലല്ലോ വീട്ടിൽ നിന്ന്. എന്തായിരുന്നു? കല്യാണം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. വോയിസ് ഇടാൻ പറയാം കേട്ടോ. എനിക്ക് മുടങ്ങാണ്ട് വരും കേട്ടോ. ഈ ആന്റിയുടെ മോളുടെ കല്യാണം. നീ എന്താ കുട്ടിക്ക് പോയി? നാഫേല് കല്യാണത്തിന് പോയി. ഒരു മാറ്റവും ഇല്ലല്ലോടാ. കല്യാണം മാമോദീസ പരിപാടിക്ക് വരിക കേട്ടാ. പരിപാടിക്ക് വരിക, ക്ലാസ്സിൽ കേട്ടാ. ക്ലാസ്സിന് കറക്റ്റായിട്ട് വരിക. എന്റെ അളിയന്റെ കല്യാണത്തിന് പോലും ഞാൻ ക്ലാസ് മുടങ്ങിയില്ല. തിങ്കളാഴ്ച എനിക്ക് രക്ഷയിലാണ് മുടക്കി വന്ന. അവരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മളാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുക, പള്ളിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയാം. അങ്ങനെ സ്കീമില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവരെന്നെ പള്ളി കൊണ്ടുപോകണം. 7 മണിക്കായിരുന്നു കുർബാന. ഞാനൊക്കെ എത്തിപ്പിടിച്ച് വന്നപ്പോൾ 8 മണിയായി. കറക്റ്റ് ടൈമിംഗ് ആയി. കാരണം ശല്യം ഉണ്ടായില്ല. പിന്നെ കറങ്ങി പിടിച്ചൊക്കെ വന്നപ്പോൾ 12. തിങ്കളാഴ്ച ക്ലാസ് മുടക്കില്ല. ഒരു ദിവസം മുടക്കേണ്ടി വന്നു. കാലത്ത് തന്നെ പോണത്. പിന്നെ ഈ പണിക്ക് ഞാൻ വെക്കണ്ടെന്ന് വെച്ചു. ഒരു മുടക്കായിക്കോട്ടെ. പിന്നെ ഇന്ന് നേരത്തെ വിടണ? ഇന്നലെ വിട്ടില്ല അല്ലേ? ഇന്ന് വിടാന്ന് പറഞ്ഞിട്ട് 8:45. പക്ഷെ ടൈം ഇട്ടേന്നോളൂ അല്ലേ സാറിന്? നിങ്ങൾ ഓർമ്മിച്ചോളൂ. അപ്പൊ ഇന്നലെ എന്താ വിടാണ്ട്? ഇന്നലെ ഞാൻ 8:30 സമയത്തുണ്ടായിരുന്നുള്ളൂ. വലിയ കണക്കൊന്നും കിട്ടും അല്ലേ? ആ കണക്ക് ചെയ്തുകൊണ്ടെന്നുണ്ടാവും. എഴുതി പഠിച്ചെടുത്തോട്ടെ. ഇതിന്റെ ഉത്തരം എഴുതിട്ടാ. അമോണിയയുടെ ഫോർമേഷൻ ഉത്തരം എഴുതി. എഴുതി പഠിച്ചെന്ന് കാണിച്ചാൽ എഴുതാ. എടുത്ത് വെച്ച് എഴുതി പഠിച്ചോ. പട്ടിക്കിട്ടരാം. അല്ലല്ലോ, മനസ്സിലായില്ലേ? എങ്ങനെയാണല്ലോ നാളെ വരുമ്പോഴേ മാത്സ് ഒന്ന് ചെയ്തിട്ട് വരണം കേട്ടോ. ആ ഡിഫറൻസിയേഷൻ നമ്മൾ തുടങ്ങിയില്ലേ, അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ആദ്യത്തെ എക്സസൈസ് ഒന്ന് ചെയ്യാം. അത് ചെയ്യണം. അയ്യോ ആരത് ഇത് ദർവ ചെയ്ത് പിടിച്ചല്ല. നീ എഴുതിയിട്ടില്ലേ? 3 പ്രാവശ്യമല്ലോ. ഓരോ പ്രാവശ്യം കാണിച്ചാൽ ഒരു തവണയിൽ ചെയ്ത് 10 തവണ ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാക്കിട്ട് ചെയ്യണം കേട്ടോ. നല്ല കാര്യമുള്ളൂ. അയ്യോ ഇല്ലേ, എഴുതിയിട്ടാ നീ? ശരിക്കും എഴുതിയിട്ടാ? ചെന്ന വഴിക്ക് അയക്കണം കേട്ടോ. ചെന്ന വഴിക്ക് അയക്കോ? നിയമം പാസ്സാക്കണം, അല്ലാണ്ട് ശരിയാവില്ല. എടുക്കാൻ മറക്കുന്നുള്ളവരെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോ? 2x log x ആണ്. 2x log x ഇനിയാണ് അങ്ങനെയല്ല. 2x raised to log x minus 1 ഇല്ലേ? മനസ്സിലായോ? ചെക്ക് ചെയ്തതൊക്കെ തെറ്റിയിട്ട് പഠിക്കണ്ടേ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് നോട്ട് ബുക്ക് എടുക്കാൻ മറക്കണ പരിപാടി ശരിയല്ല കേട്ടോ. മനസ്സിലായത്? എത്രയാ വെച്ചിട്ടാ? നമ്മൾ നോട്ട് ബുക്ക് എടുക്കാൻ മറക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്നെ ഫോട്ടോ എടുത്തിട്ട് ആർക്ക് അയച്ചാൽ മതി, മാഷ് അയച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. സാധനം എവിടെ ഉണ്ടെങ്കിൽ എത്തിയില്ലെങ്കിൽ പ്രശ്നമില്ല. എന്താ ഈ കിട്ടിയാ? ബാക്കിയൊക്കെ നോക്കണ്ട. ഇതിന്റെ ആൻസർ പറഞ്ഞേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാ ഇതിന്റെ ആൻസർ. ഇതിന്റെ റിയാക്ഷൻ റേറ്റ് എങ്ങനെ കണക്കാക്കുക മനസ്സിലാക്കിയിട്ട് പറയുക. മൈനസ് dt ഇരിക്കും. പ്രണവ് എന്ന് പറഞ്ഞ പ്രണവ് ഇനി എന്താ? മൈനസ് വെരി ഗുഡ് 1/3 dH2 by dt. മുന്നിൽ ആൾ പറഞ്ഞ് പ്രോഡക്റ്റിന്റെ ടൈം പറഞ്ഞ് ഇത് പറഞ്ഞ് കറക്റ്റ് പറഞ്ഞ് 1/2 dNH3 by dt. ഏതാ വഴി ശരിയാക്കിയിടാം മക്കളെ? ഒന്നിച്ച് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കിട്ടണം. കഴിഞ്ഞു. അത്രയുള്ള ഹെഡിങ് കൊടുക്കുക. Factors influencing rate of a reaction. Factors influencing rate of a reaction. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു റിയാക്ഷന്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഇവിടെ തന്നെ പഠിച്ചു പോവാം. നാളെ ഇതൊക്കെ ചോദിക്കണം കേട്ടോ. ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ കേസാണ്, ഒന്നാമത്തെ കേസാണ്. എഴുതിയെടുത്തോ. കോൺസെൻട്രേഷൻ ഓഫ്
റിയാക്റ്റൻസ്. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്? റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ വരും. രണ്ട് ടെമ്പറേച്ചർ. രണ്ടെന്താണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റേറ്റ് മാറും അല്ലെ? ചൂടാക്കി കഴിഞ്ഞാൽ ചില റിയാക്ഷൻസിന്റെ സ്പീഡ് മാറുന്നതാണ് അല്ലെ? പിന്നെന്താണ് നേച്ചർ ഓഫ് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ്. റിയാക്റ്റന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കയ്യിൽ പോലെ റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ് അത് മാറുന്നതനുസരിച്ച് സംഗതി മാറും. പിന്നെന്താ എക്സ്പോഷർ ടു ലൈറ്റ്. ചില കേസുകൾ വെളിച്ചം കാണിച്ചു കഴിഞ്ഞാൽ എക്സ്പോഷർ ടു ലൈറ്റ് വെളിച്ചത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട് അല്ലേ? പിന്നെ ഫൈനൽ വൺ ഏതാ? പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡിനെ എഫക്ട് ചെയ്യുന്ന കഴിഞ്ഞ പോലെ കണ്ടിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിനെ എങ്ങനെയാ കാറ്റലിസ്റ്റ് എഫക്ട് ചെയ്യുക? ഇക്വിലിബ്രിയത്തിനെ ഏതെങ്കിലും സൈഡിലേക്ക് എഫക്ട് ചെയ്യുമോ? കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ഏതെങ്കിലും സൈഡിലേക്ക് ഫോർവേഡോ ബാക്ക്വേർഡോ ഫേവർ ചെയ്യോ? ഇല്ല. എന്താ ചെയ്യാ? ഫോർവേഡിനെയും ബാക്ക്വേർഡിനും ഒരുമിച്ച്. അപ്പൊ ഒരു വാക്ക് പഠിച്ചിരുന്നു എന്താ? ഹെൽപ്പ് ടു. കറക്റ്റ് ആണ്. ഹെൽപ്പ് ടു അറ്റൈൻ മോർ ഫാസ്റ്റ്ലി അല്ലെങ്കിൽ ക്വിക്ക്ലി അല്ലേ? ആണോടാ? ഇക്വിലിബ്രിയം എത്താനായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. ശരിയല്ലേ? കഴിഞ്ഞ വർഷം പഠിച്ചൊക്കെ ഓർമ്മയുണ്ടാ? കെമിസ്ട്രിയൊക്കെ മറന്ന പറയുമ്പോ ഇങ്ങനെ ഓർമ്മ കിട്ടുന്നില്ലേ? മെന്റലീവിന്റെ പീരിയോഡിക് ലോ പറഞ്ഞേ. അലിന ഷാജു എന്ന് പറഞ്ഞേ മെന്റലീവിന്റെ പീരിയോഡിക് ലോ പറഞ്ഞേ. ഓർമ്മയില്ല? ആയിട്ടുള്ളത് പറഞ്ഞേ. സ്റ്റാർട്ടിംഗ് ഇട്ടാരാ പണി? ദ കെമിക്കൽ ആൻഡ് എലമെന്റ്സ് ആർ ആറ്റമിക് മാസ് എന്നല്ല പറഞ്ഞ നമ്മള്. മെന്റലീവ് ആറ്റമിക് വെയിറ്റ് സെയിം തന്നെ, വ്യത്യാസം. സൈൻ എന്ന് പറഞ്ഞാ മോഡേൺ പീരിയോഡിക് ലോ പറഞ്ഞേ. പറയുന്നോട്ടെ. മോഡേൺ പീരിയോഡിക് ലോ ഫിസിക്കൽ ആൻഡ് properties of elements are periodic function of ആരാ? മോഡേൺ ആറ്റോമിക്. ആറ്റോമിക് എന്താ? നമ്പർ അല്ലേ? ആറ്റോമിക് നമ്പർ. മറ്റേ ചോദ്യം ഓർമ്മയുണ്ട? ക്ലോറിനും ഫ്ലൂറിനും എന്താ കാരണം? ഫ്ലൂറിന്റെ എന്ത് കുറവാ? ഫ്ലൂറിന്റെ എന്ത് കുറവായിരുന്നു? സൈസ്. ഓർമ്മയില്ലേ? അപ്പൊ എന്ത് കൂടും സൈസ് കുറയുമ്പോ? റിപ്പൾഷൻ. കറക്റ്റ് ആണ്. റിപ്പൾഷൻ എന്ത് ചെയ്യും? റിപ്പൾഷൻ കൂടുകയല്ലേ ചെയ്യാം, സൈസ് കുറയല്ലേ ചെയ്യാം. അല്ല, ക്ലോറിന്റെ ലെവലിലേക്ക് പറയുമ്പോ കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്, തെറ്റൊന്നല്ല. ക്ലോറിനിലേക്ക് വരുമ്പോ സൈസ് എന്ത് ചെയ്യും? കൂടും. റിപ്പൾഷൻ എന്ത് ചെയ്യും? കുറയും. ഫ്ലൂറിന്റെ കേസിലേക്ക് പറയുമ്പോ സൈസ് കുറയും, റിപ്പൾഷൻ കൂടും അല്ലെ? ഇലക്ട്രോൺ എന്തായാലും ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും അല്ലേ? എന്തുകൊണ്ട് ഇതൊന്ന് കാണാൻ പഠിച്ച കൈയോടെ എന്തൊക്കെ ഘടകങ്ങളാണ് റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്താ അറിയാലോ? ആരുടെ കോൺസെൻട്രേഷനാ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. പിന്നെന്താണ്? ടെമ്പറേച്ചർ. പിന്നെന്താ? നേച്ചർ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്, എക്സ്പോഷർ ടു ലൈറ്റ്, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അല്ലെ? നമ്മൾ പറഞ്ഞ കപ്പിന്റെ വിചാരിക്കുന്നു പറഞ്ഞേ എന്താ? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. സിംപ്ലിഫൈ ചെയ്തോ? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് റിയാക്ടന്റ് പ്രോഡക്റ്റ്, എക്സ്പോഷർ ടു ലൈറ്റ്, പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഒന്ന് പഠിച്ചേ കൈയോടെ പഠിച്ചു. അത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് തുടങ്ങും. മാത്സ് ചെയ്ത് പഠിച്ചെടുത്ത് എന്തിനാ അത് ചെയ്യുന്നതിൽ ഉത്തരം എപ്പോഴും ശരിയാണോ നോക്കണം കേട്ടോ. ശരിയാണോ നോക്കിട്ടാ കേട്ടോ. ഈ മേഖല ശ്രദ്ധിച്ചോ? ഉത്തരം കറക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്നതാണ് നേച്ചർ ഓഫ്
-1 ആയി. പിന്നെ ഇവിടുന്ന് logix ഇവിടെ ഈ logix ഉള്ളിലേക്ക് എടുത്തതാണോ അല്ലെ? കാണുമ്പോ concentration of reaction. Heading കൊടുക്കുക. അടുത്ത ഹെഡിങ് ആയിട്ട് എടുക്കുക. Effect of concentration of reactants. Effect of concentration of reactants. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ലോ എഴുതി തരാം. ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ് പറയുക. അത് നമുക്ക് വേണ്ട, പേരൊന്നും വേണ്ട. The rate of a chemical reaction is proportional to the product of molar concentration of reactants. ഇതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പ്. എന്താണ്? The rate of chemical reaction. The rate of chemical reaction. The rate of chemical reaction is എന്താണ്? Proportional to the proportional to the എന്ന് പറയും. The rate of chemical reaction is proportional to the product of molar concentration of reactants. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനോട് എന്താണ്? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻസിന്റെ പ്രോഡക്റ്റിനോട് എന്താണ്? പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അത് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി എന്ന് പറയണ്ട. അത് ഓരോ കേസിൽ ഓരോ പോലെ വരിക. അതുകൊണ്ടാണ് ജസ്റ്റ് എന്തെന്ന് പറയണത് നമ്മൾ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, നമുക്ക് അത് ഒരു മാത്സ് ആയിട്ട് കൊണ്ടുവരാം. അതായത് ഇപ്പൊ എ പ്ലസ് ബി ബി ഇതൊക്കെ നോട്ടാണ് ബോർഡിൽ തൽക്കാലം വരുന്നതൊക്കെ നോട്ടാണ്. എ പ്ലസ് സി സി പ്ലസ് ഡി ഡി. കുഴപ്പമില്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ഇതിന്റെ റേറ്റ് എഴുതുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും, വ്യത്യാസങ്ങളുണ്ട്. അവിടെ എഴുതിയത് മാത്രമല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പൊ പ്രൊപ്പോർഷണൽ ചിഹ്നം കുഴപ്പമില്ല. ഈ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണൽ ഉണ്ട്. ചിഹ്നം എന്താ പറയുന്നത്? പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഓഫ് ആരുടെയൊക്കെയാണ്? റിയാക്ടൻസിന്റെ എന്തിന്റെ? ആരൊക്കെയാണ് റിയാക്ടന്റ്? എയും ബിയും. അപ്പൊ എന്താ എഴുതണമെന്ന് അറിയോ? കോൺസെൻട്രേഷൻ ഓഫ് എ. എന്താ എഴുതണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് എ. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. റേസ് ടു എക്സ്. റേസ് ടു എന്താ? എക്സ്. പ്രോഡക്റ്റ് ആണ്, ഇൻറ്റു ആണ്. ഇൻറ്റു ആയിട്ട് ഇടുന്നില്ല നമ്മള്. ഇൻറ്റു ഇട്ടു. കോൺസെൻട്രേഷൻ ഓഫ് ആരാ? അടുത്ത റിയാക്ടന്റ് ആരാ? ബി അല്ലേ?
അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു എന്താ വൈ. അപ്പൊ അവിടെ പുതിയൊരു സാധനം വന്നിട്ടുണ്ടല്ലേ, എക്സും വൈയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ എന്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പ്രൊപ്പോർഷണൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. സെക്കൻഡ് പവർന്നോ അല്ലെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയറിലൊക്കെ ഫിസിക്സിൽ കണ്ടപ്പോ നമ്മൾ എങ്ങനെ പഠിച്ചേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലെ, അങ്ങനെ കൃത്യമായിട്ട് പറയണ്ട അവിടെ അല്ലെ. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റിൽ? ഇല്ല. അപ്പൊ എ എന്ന് പറയുന്ന റിയാക്ടന്റിന്റെ എത്രാമത്തെ പവറിനോടാണ് ഇത് റേറ്റ് പ്രൊപ്പോർഷണൽ ആവണമെന്ന് നമുക്ക് തിയറിറ്റിക്കലി അറിയാൻ പറ്റില്ല. മനസ്സിലായോ? അത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കൊടുക്കുന്നത്. ഇവിടെ ഡയറക്റ്റ്ലി നിന്നുണ്ടോ, ഇൻവേഴ്സ്ലി നിന്നുണ്ടോ, സ്ക്വയറോ ക്യൂബോ ഫോർത്ത് പവറിനോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ പ്രശ്നം എന്താ, ഓരോ റിയാക്ഷനിലും റേറ്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇനി ഈ എക്സ് വൈ എന്ന് പറയുന്നത് എയും ബി ആണോ? അല്ല. എക്സ് വൈ എന്ന് പറയുന്നത് എയും ബി ഒന്നല്ല. നമുക്കറിയോ? അത് നമുക്കറിയില്ല. നമ്മളത് എക്സ്പെരിമെന്റ് ചെയ്ത് എ മാറുമ്പോൾ റേറ്റിന് എന്താ മാറ്റമുള്ളതെന്ന് നോക്കിയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, എക്സും വൈയും. അപ്പൊ അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം, എക്സും വൈയും എന്ത് വാല്യൂ ആ, തിയറട്ടിക്കൽ വാല്യൂ ആണോ? അല്ല. തിയറട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ മാഷ് ഇത് കണ്ടുപിടിച്ച് തരാന്ന് പറയാമോ അല്ലെ. ഇപ്പൊ എങ്ങനെ ചെയ്യണം പറഞ്ഞ മാഷ്, എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പൊ അവരുടെ ഇപ്പൊ പറഞ്ഞ എന്ത് വാല്യൂ ആ, എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. എക്സ് വൈ എന്ത് വാല്യൂ ആണ്, എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് കിടക്കാം. പ്രൊപ്പോർഷണൽ മാറണം. പ്രൊപ്പോർഷണൽ മാറിയിട്ട് എന്താ വരണ്ടേ, എന്ത് വരണം, ഈക്വൽ ടു വരണം. അതിന് ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, എന്ത് ആഡ് ചെയ്യുക, കോൺസ്റ്റന്റ് ആഡ് ചെയ്യുക. അവിടെ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് കെ. അപ്പൊ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആരാ, ബി റേസ് ടു വൈ. കെനെ വിളിക്കുന്ന പേരാണ് ആ റിയാക്ഷന്റെ എന്ത്, റേറ്റ് കോൺസ്റ്റന്റ്. ആ റിയാക്ഷന്റെ എന്ത്, റേറ്റ്. സോ വാട്ട് ഈസ് കെ, റേറ്റ് കോൺസ്റ്റന്റ്. ഇതാണ് റേറ്റ് കോൺസ്റ്റന്റ്. ക്ലിയർ? കെ എന്ന് പറഞ്ഞാൽ എന്താ, ആ പർട്ടിക്കുലർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയും, റേറ്റ് കോൺസ്റ്റന്റ്. What is rate constant? ഈ K എന്താ? ഈ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറ്, കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള ആളുകളെ എത്രയാക്കുക നോക്ക പറയടാ. 1 കൂളോംബ് ചെയ്താ നമ്മള്, 1 കൂളോംബ് ചെയ്തു. എന്താ ചെയ്തേ, Q1 Q2 എത്രയാക്കി, 6 എത്രയാക്കി, എത്ര മീറ്റർ അപ്പാർട്ടാ, 1 മീറ്റർ. അപ്പൊ എത്ര ഫോഴ്സ്, 2 into 10 raised to 9 കൂളോം, 9 ന്യൂട്ടൺ ആണോ? നോക്കാം. അപ്പൊ വാട്ട് ഈസ് റേറ്റ്? ഇപ്പോൾ ശ്രദ്ധിക്കാം, റേറ്റ് എന്താണെന്ന് പരിശോധിക്കാൻ പോകും. ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് കെ എന്താണെന്നുള്ളതാണ് പരിശോധിക്കുക. When concentration of A equal to 1, എത്രയാ concentration of A equal to 1. അപ്പൊ എയുടെ കോൺസെൻട്രേഷൻ എത്രയാ, 1. ബിയുടെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കരുതുക നിങ്ങള്, 1 ആണെന്ന് കരുതുക. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു 1 റേസ് ടു എക്സ്, വാട്ട് എവർ ദ വാല്യൂ ഓഫ് എക്സ് എന്തോ ആയിക്കോട്ടെ, 1 റേസ് ടു വൈ. 1 റേസ് ടു എക്സ് എത്രയാ, 1. 1 റേസ് ടു വൈ എത്രയാ, 1. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറി, റേറ്റ് ഈക്വൽ ടു കെ. നമ്മളിത് കഴിഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ മെത്തേഡ്. അപ്പൊ എന്താ റേറ്റ് കോൺസ്റ്റന്റ് പറഞ്ഞേ, വാട്ട് ഈസ് റേറ്റ് കോൺസ്റ്റന്റ്? റേറ്റ് കോൺസ്റ്റന്റ് ഈസ് പറയേ, റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഇതെന്താ, equal to rate of the reaction when concentration of A യും B യും ആരാ, A യും B യും ആരാ, reaction. അപ്പൊ concentration of is 1 ന് പകരമുള്ള വാക്ക് എന്താ, യൂണിറ്റ്. എന്താണ്? അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര വീതം, 1 വീതം എടുക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള റേറ്റിനെയാണ് ആ റിയാക്ഷന്റെ എന്തെന്ന് വിളിക്കുന്നത്, റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കരുതുക, 1 ആണെങ്കിൽ ആ സമയത്തുള്ള റേറ്റിനെയാണ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്തതോടെ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ റേറ്റ് ഓഫ് എ റിയാക്ഷൻ when ഇതെന്താ, കോൺസെൻട്രേഷൻ അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആർ യൂണിറ്റ്. 1 അല്ല, എന്താണ് ടേക്കൺ ആസ് യൂണിറ്റ്. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക, അങ്ങനെ എഴുതുന്ന ഇക്വേഷൻസിനെ വിളിക്കുന്ന പേര്, ഇങ്ങനെ ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുക, റേറ്റ് ഈക്വൽ ടു കെ വരെ കൊണ്ട് എഴുതുക.
റേറ്റ് ഈക്വൽ ടു കെ. ഡെഫിനിഷൻ എഴുതാം. എയും ബിയും ഇത് മൊത്തം എഴുതാം. ഇത് ബോർഡിലുള്ളത് ആദ്യം എഴുതാം, ഇതിന്റെ ഡെഫിനിഷൻ വേർഡ്സിൽ എഴുതാം. പ്രശ്നമില്ലല്ലോ. എയും ബി എന്താ? എയും ബി എന്താ? റിയാക്ടൻസ്. എട്ടോണം അല്ലെ? അതിന്റെ ഒരു സിഗ്നൽസ് കിട്ടുന്നുണ്ട് മോഷൻ. നോട്ടെ പോയാ പോരെ. വീട്ടിക്ക് തന്നെ പോവോ? ജസ്റ്റ് ഇന്നലെ എങ്ങനെയാ പോയേ? എന്നിട്ട് നടന്നു പോയി. അപ്പൊ തിരിച്ചു പോകുമ്പോ ഒരുമിച്ച് പോയിരുന്നില്ലേ? അപ്പൊ ഞങ്ങളപ്പം ഇറങ്ങി. ക്ലാസ് ഒന്നും ഇല്ല, അത് തലയ്ക്ക് വട്ടായിരിക്കും. ഇനി ആദ്യം മുതൽ എടുക്കാൻ നമുക്കൊരു വിഷയത്തിൽ നോക്കാൻ. ആയുഷ ക്ലാസ് കണ്ട മാത്സ് സീത. അതെ, ഒരു കാര്യം ചെയ്യാം, നാളെ വരുമ്പോഴേ ചെറിയൊരു പണിയുണ്ട്. ഇത് ഇന്നൊക്കെ ഇരുന്ന് പഠിക്കാം. ആ മാത്സ് ഉണ്ടല്ലോ, മാത്സ് കുറച്ച് കണക്കുകൾ എഴുതിയിട്ട് അത് ഒരു A4 ചെയ്ത് പഠിച്ചു കൊണ്ടുവരണം കേട്ടോ. മാത്തമാറ്റിക്സ് ഡിഫറൻഷ്യല് കുറച്ച് നമ്പർ പറഞ്ഞുതരാം മാഷ്. നാളേക്ക് പഠിക്കാനുള്ളത് ക്ലിയർ അല്ലേ? അത് എഴുതിയിട്ട് നാളെ ചോദിക്കട്ടെ എന്തായാലും ക്ലാസ്സിൽ. ലിസ്റ്റ് ആക്കി വെച്ചേ. ഫസ്റ്റ് കെമിസ്ട്രിക്ക് ഉള്ളത് ആഡ് ചെയ്ത് തരാം. ഇതിൽ ചെറിയൊരു ടേം ആഡ് ചെയ്യാണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാണ്ട് നിർത്തണം കേട്ടോ. എഴുതുക കെമിക്കൽ കൈനറ്റിക്സ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, എന്നാലും പഠിക്കുക. കെമിക്കൽ കൈനറ്റിക്സ്. പിന്നെന്താ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ. പറഞ്ഞ സ്ഥിതിക്കൊന്നും പഠിക്കണ്ട ലക്ഷ്മി, പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട്. എന്നാലും പഠിക്കാം. അല്ലെങ്കിൽ വേറെ കാര്യം അവള് പഠിപ്പിക്കുന്ന പല സാധനങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പല സാധനങ്ങൾ എന്താണ് ഒരാവശ്യമില്ല. അതിപ്പോ കഴിഞ്ഞ പോലെ എടുത്തിട്ട് അറിഞ്ഞോടുന്നുണ്ട്. വല്ല കാര്യത്തില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളെ എക്സാമിന് മാത്രം ഓറിയന്റ് ചെയ്ത് പഠിച്ചെന്തുണ്ടാവില്ല, ഒരു ബേസ് ഉണ്ടാവില്ല. മുകളിലേക്കൊക്കെ പോകുമ്പോൾ ആകെ കൊള്ളായിരിക്കും. ചെറിയൊരു ബേസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. റേറ്റിന്റെ ഡെഫിനിഷൻ, ഇക്വേഷൻ, റേറ്റിന്റെ ഇക്വേഷൻ, പിന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, യൂണിറ്റ് ഓഫ് റേറ്റ്. ആകെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ കേട്ടോ. യൂണിറ്റ് ഓഫ് റേറ്റ്, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ്, പിന്നെ ഈ ഹെഡിങ് എഴുതി എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റേറ്റ്. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് പറയാം കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാ പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇതുവരെ എഴുതിയ റേറ്റ് ഈക്വൽ ടു കെ എഴുതിയ തൊട്ട് താഴെ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ. Rate constant of a reaction is equal to equation തന്നെ കാണാം അല്ലേ? is equal to rate of the reaction when concentration of ആരാണ്? reactants. When concentration of reactant is taken as unity. Clear? Taken as unity. തൊട്ട് താഴെ ഒരു വാല്യൂ സ്റ്റേറ്റ്മെന്റോട് എഴുതുന്നത്. എന്ത് വാല്യൂ? എക്സും വൈ എന്ത് വാല്യൂ? എക്സ്പെരിമെന്റൽ വാല്യൂ ആണ് കേട്ടോ. തൊട്ട് താഴെ എഴുതാം. The equation is derived from experimental data. And the exponents of the power x y, and the exponents of the concentration terms, നാളെ സീറോ ഓർഡർ വരെ എടുക്കാം. ഹാഫ് ലൈഫ് വരെ എത്തിക്കാം. പിന്നെ ഫസ്റ്റ് ഓർഡർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഈ വീക്കിൽ കഴിയും. ഏതാ? concentration terms may or may not be equal to the
may or may not be equal to the may or may not be equal to the stoichiometric coefficients. May or may not be equal to the stoichiometric coefficients in the balanced chemical equation. In the balanced chemical equation. Really? May or may not be equal to the stoichiometric coefficients. ശ്രദ്ധിച്ചേ, ഇതൊന്ന് നോക്കിയേ. മാത്സ് ഒന്ന് എഴുതിയെടുത്തേ, നാളെ വരുമ്പോൾ ചെയ്തുകൊണ്ട് വരാം കേട്ടോ. മാത്സ് അപ്പൊ എടുത്ത നേരത്തെ വിടാൻ പിന്നെ വിട്ടില്ല എന്ന് വേണ്ട, വേഗം എഴുതിയെടുക്കും. എക്സാമ്പിൾ 21 നാളെ ചെക്ക് ചെയ്യൂ കേട്ടോ. ബോയ്സിന്റെ ഒന്നും നോക്കിയില്ലല്ലോ, എഴുതി പഠിച്ചു കൊണ്ടുവന്നിട്ടാ. നോക്കാൻ 8:45 ഇന്ന് നേരത്തെ നോക്കാൻ തരും. എഴുതിയിട്ട് ഉറപ്പായിട്ടും. എക്സാമ്പിൾ 21, എക്സാമ്പിൾ 22, എക്സാമ്പിൾ 23. എക്സസൈസ് 5.2 1 തൊട്ട് 8 വരെ. ഏതാ 5.2 1 തൊട്ട് 8 വരെ. അതായത് ആദ്യത്തെ എക്സസൈസിൽ നമ്മൾ ചെയ്ത കണക്കുകൾ 1 തൊട്ട് 8 വരെ. അപ്പൊ എത്ര കണക്കുണ്ട് മൊത്തം? 8, 9, 10, 11 കണക്ക് കേട്ടോ. ഒരു ഷീറ്റിൽ ചെയ്തിട്ട് വരണം കേട്ടോ, ബുക്കിൽ ചെയ്യണ്ട. ആ പഴയ സാധനം എടുത്തോണ്ട് അത് വേണ്ട, മനസ്സിലായ? കറക്റ്റ് സാധനം. ബാക്കി പേജ് ഉണ്ടോ നോക്കൂട്ടോ. ഞാൻ പഴയതിനെ എടുത്തോണ്ടായിരിക്കും റെഗുലർ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ശരിയാണ്.